ഇന്ന് നമുക്ക് ചെറുനാരങ്ങ ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അച്ചാർ എന്ന് തോന്നുമെങ്കിലും നമ്മൾ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നും ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കാതെയാണ് എടുക്കുന്നത് കേട്ടോ. അതിനായിട്ടൊരു കടായി വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം സൺഫ്ലവറോ നമ്മുടെ നല്ലെണ്ണ എടുക്കാവുള്ളൂ കേട്ടോ. അതിനകത്തേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടി വരുമ്പോൾ കുറച്ചേറെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കുറച്ചേറെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഒന്നും മൂപ്പിച്ചെടുക്കേണ്ട. നമ്മളിത് ഉപ്പിലിടുന്ന ആ രീതിയിൽ വെള്ളയ്ക്ക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാതെ വെള്ളക്കിടുന്നത് കൊണ്ട് തന്നെ ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കേണ്ട, കടിക്കാൻ കിട്ടണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ചധികം തന്നെ കായവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നാരങ്ങ ഞാനിവിടെ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് കുറച്ച് ഏറെ തന്നെ ഉപ്പിട്ട് ഒരു 4 മണിക്കൂറോളം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങ ഇങ്ങനെ ചെയ്തെങ്കിലേ ഉള്ളൂ ഒട്ടും കയ്പില്ലാതെ കിട്ടുകയുള്ളൂ. പറ്റുമെങ്കിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഉപ്പ് തേച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തുള്ളി പോലും കയ്പില്ലാതെ അച്ചാറോ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയല്ലേ. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിന് വെളിയിൽ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. നല്ല പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേവാതെ തന്നെ കടിക്കാൻ കിട്ടണം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടൂ.